പാലക്കാട് നിന്നുള്ള ബിജെപിയുടെ പ്രതികരണം വരികയാണ്. പാലക്കാട് സി കൃഷ്ണകുമാർ ഇതാ മാധ്യമങ്ങളെ കാണുന്നു. വാർഡ് 25 കുന്നത്തുറയുടെ സൗത്തിൽ നിന്നും ശ്രീമതി വിദേശത്തായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ 17 നോക്കണേ ചേട്ടാ, കണക്റ്റഡല്ലേ? കുറച്ച് മൗണ്ട് കമ്മിയാക്കി പിടിക്കണം, താത്തി പിടിക്കണം, മൈക്ക് താത്തി പിടിക്കണം, വീഡിയോ ഒന്ന് താത്തി പിടിച്ചാ പാലക്കാട് ജില്ലയിലെ NDA വലിയ മുന്നേറ്റമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. ഇതുവരെ NDA നടപടിക്രമങ്ങൾ ഇതിനോടകം തുറക്കാൻ പറ്റാത്ത പഞ്ചായത്തുകളടക്കം ഇത്തവണ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും പ്രധാന പ്രതിപക്ഷമായിട്ട് NDA മാറിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ നഗരസഭകളില് പാലക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മൂന്നാമത്തും NDA മാറിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ മൂന്നാമത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നഗരസഭാ ഭരണം ഇത്തവണ അധികാരത്തിൽ വരും. ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. അകത്തേത്തറ പഞ്ചായത്ത് പതിറ്റാണ്ടുകളുടെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് അന്തിക്കുറിച്ചുകൊണ്ട് അകത്തേത്തറ പഞ്ചായത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുത്തിരിക്കുകയാണ്. യെസ്, അതായത് പാലക്കാട് മികച്ച മുന്നേറ്റമാണ് NDA നടത്തിയത് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെ LDFനാണ് മേൽക്കൈ എന്ന് മനസ്സിലാക്കാം. ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDFന് തന്നെയാണ് മേൽക്കൈ, ജില്ലാ പഞ്ചായത്തിലും LDFന് തന്നെയാണ് മേൽക്കൈ. അതേസമയം മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റമുണ്ടാകുന്നു. UDF ആണ് മുനിസിപ്പാലിറ്റികളിൽ മുന്നിൽ നിൽക്കുന്നത്. ചെർപ്പുളശ്ശേരിയിൽ UDF ആണ്, ചിറ്റൂർ തത്തമംഗലത്ത് UDF ആണ്, മണ്ണാർക്കാട് UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഒറ്റപ്പാലം അതേസമയം LDFന്റെ കയ്യിലാണ്. NDAക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്താൻ സാധിച്ചു എന്നതാണ് ആശ്വാസം. ഷൊർണൂരിൽ ഇത്തവണ അവർ ഭരണം പിടിക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 17 വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് LDF ആണ് മുന്നിലെത്തിയിട്ടുള്ളത്. 12 വാർഡുകളിൽ NDAക്ക് പക്ഷേ വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പട്ടാമ്പിയിലും UDFന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ പാലക്കാട് നിലനിർത്തുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത്. മറ്റ് ജില്ലാ പഞ്ചായത്തുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റു ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് തലത്തിലുമെല്ലാം LDFന്റെ മേൽക്കൈ തുടരുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി സംസ്ഥാന അധ്യക്ഷന് സ്വന്തം ക്രെഡിറ്റ് ആയിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് തിരുവനന്തപുരത്തെ ഈ വലിയ നേട്ടം. കാരണം അധ്യക്ഷമാറ്റം BJPയിൽ ഉണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ഇനി BJP ഉറ്റുനോക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. അങ്ങനെ കൂട്ടമായി നിന്നുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ കൊടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും BJP അതിനായി പരിശ്രമിക്കുമെന്ന് പലതവണ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് BJP ഒഴുക്കൻ മട്ടിൽ എന്തുകൊണ്ട് നേരിട്ടു എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും അന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് BJP പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ BJPയുടെ വികസന അജണ്ടകളെല്ലാം നടപ്പാക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്നൊക്കെ പ്രചാരണ സമയത്ത് പോലും പറഞ്ഞുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ BJP സംസ്ഥാന അധ്യക്ഷന് കഴിയുന്നു. മാത്രമല്ല, വലിയ തരത്തിൽ RSS പ്രവർത്തകന്റെ ആത്മഹത്യ ഉണ്ടാകുമ്പോൾ ഛിന്ന ഭിന്നമായി പോകും എന്ന് കരുതിയ ഒരു പ്രചാരണ സമയത്ത് നിന്ന് അതുപോലും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് ആ പ്രചാരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നേട്ടം തന്നെയായി ഇത് BJPക്ക് അകത്തും വിലയിരുത്തപ്പെടും. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം BJP ശക്തി പ്രകടനമായി കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇങ്ങനെ പുറത്തു വരുമ്പോൾ
തിരുവനന്തപുരത്ത് ഭരണമുറപ്പിക്കാൻ BJP ജീവൻ മരണ പോരാട്ടത്തിലാണ്, NDA പോരാട്ടത്തിലാണ്. പക്ഷേ ആ പോരാട്ടത്തിലേക്ക് എത്തിക്കുമോ LDFും UDFും എന്നാണ് അറിയേണ്ടത്. UDF ഇപ്പോൾ സീറ്റ് നില മെച്ചപ്പെടുത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. 20 സീറ്റുകളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സീറ്റ് നില ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ അവർ പുലർത്തിയിരുന്നു. അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരുപക്ഷെ ഭരണത്തിലേറാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭരണത്തിൽ നിർണായകമായ സ്ഥാനം വഹിക്കാൻ തങ്ങൾക്ക് സാധിച്ചേക്കുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ പടയോട്ടത്തിന് തടയിടുകയാണോ ഇപ്പോൾ കോൺഗ്രസ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇനി നമ്മൾ ഈ കാണിക്കുന്ന ടാലിയിൽ അവിടെ LDFിൻ്റെയും UDFിൻ്റെയും സംഖ്യയാണ് ഉയരുന്നത് എങ്കിൽ 51ലേക്ക് എത്തിപ്പെടാൻ BJPക്ക് സാധിക്കാതെ പോകും. അവർ തൊട്ടരികിലെത്തി നിൽക്കുന്നു. 48 എന്നതാണ് ഇപ്പോഴത്തെ സീറ്റ് നില. അതായത് ഒരിടത്ത് കോൺഗ്രസ് മുന്നേറിയപ്പോൾ അല്ലെങ്കിൽ UDF മുന്നേറിയപ്പോൾ അത് BJPയുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ 49 സീറ്റുകളിൽ 49 ഡിവിഷനുകളിൽ ആയിരുന്നു BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പോഴും 48ൽ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. ഇനി 3 കൂടി വിജയക്കൊടി പാറിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതായത് ഈ 48 സീറ്റുകൾ നിലനിർത്തുക, അതോടൊപ്പം തന്നെ 3 സീറ്റുകളിൽ വിജയിക്കുക. അങ്ങനെ 51 വിജയിക്കാനായാൽ ചരിത്രം പിറക്കുക തന്നെ ചെയ്യും. ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര, അതായത് കാലങ്ങളായുള്ള കാത്തിരിപ്പ്. തിരുവനന്തപുരം പോലെ ഉള്ള ഒരു പ്രദേശം BJPക്ക് എക്കാലവും വേരോട്ടമുണ്ടായിരുന്ന, ഒരു പക്ഷേ BJP രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ BJPയുടെ മാതൃസംഘടനകൾക്ക് പോലും വലിയ വേരോട്ടമുണ്ടായിരുന്ന ഇന്നലകൾ ആണ് തിരുവനന്തപുരത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു, നേമത്ത് നിന്നായിരുന്നു, O രാജഗോപാൽ എന്ന BJP നേതാവിലൂടെയായിരുന്നു. ഇന്നിപ്പോൾ BJPക്ക് തൃശ്ശൂരിൽ ഒരു MP മാത്രം ആണ് ഉള്ളത്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ചത് സുരേഷ് ഗോപി എന്നതാണ്. എങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടം കൊയ്യുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിനേറ്റവും അനുകൂലമാകുന്ന മണ്ണ് തലസ്ഥാന നഗരിയിലേത് എന്നാണ് BJP പൊതുവിൽ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയിലെ ഈ പോരാട്ടം ഒരുപക്ഷെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചാൽ അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി മാറും എന്നതുകൊണ്ട് തന്നെയാണ് അത്രമേൽ കരുത്തുറ്റ പോരാട്ടം നടത്തിയത്. പക്ഷേ അവസാന ഘട്ടമുണ്ടായ ചില വിവാദങ്ങൾ അതാണോ BJP ആ ലക്ഷ്യത്തിൽ തൊട്ടടുത്ത് ആ യാത്ര അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നതും നമുക്ക് അറിയില്ല. കാരണം 51 ആ മാജിക് നമ്പർ. അതിന് തൊട്ടടുത്താണ് BJP എത്തി നിൽക്കുന്നത്. ഭരണം പിടിക്കാൻ ഇനിയിപ്പോൾ സ്വതന്ത്രരുടെ കൂട്ടുപിടിച്ചാൽ പോലും ഒരു സ്വതന്ത്രൻ മാത്രമാണ് ഇപ്പോൾ അവിടെ. തിരുവനന്തപുരത്ത് 2 സ്വതന്ത്രർ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്വതന്ത്രരെ ഒപ്പം നിർത്തിയെങ്കിലും കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമോ എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. ചരിത്രം തിരുത്തുകയായിരിക്കും BJP അതിനിടയിൽ ചെയ്യുക. അഭിലാഷ്, ഈ UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ എടുത്തു പറയേണ്ടത് എങ്ങനെയൊക്കെ UDFിൽ നിടഞ്ഞു നിന്നിട്ടുണ്ടോ അവരൊക്കെ പരാജയം എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ വൈഷ്ണവ് സുരേഷ് വിജയം നേടുമ്പോൾ മുട്ടട LDFിന്റെ കയ്യിൽ നിന്ന് പോയി. അവിടെ UDFിന് ഗുണം, LDFിന് അത് ഗുണമുണ്ടായില്ല. AV ഗോപിനാഥ് പാലക്കാട് മുൻ DCC പ്രസിഡന്റ് UDF വിട്ടുപോയ 100 വോട്ടിന് AV ഗോപിനാഥ് തോറ്റ സാഹചര്യം. കിഴക്കമ്പലത്തും കുന്നത്തനാടും 2020 ജനങ്ങൾ കൈവിട്ട ഒരു സാഹചര്യം. അങ്ങനെ UDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വികാരം ഈ പുറത്ത് കാണിക്കുന്ന ഈ വിവാദങ്ങൾക്ക് അപ്പുറത്തേക്കുണ്ട് എന്നൊക്കെ ഇനി എനിക്ക് തോന്നുന്നു അത് KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും ഇതൊക്കെ വളരെ സധൈര്യം പറയാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ തിരുവനന്തപുരത്ത് BJP വോട്ട് നേടുമ്പോൾ ചോർന്നു പോയത് LDFിന്റെ ശക്തി കേന്ദ്രങ്ങൾ, LDFിന്റെ പ്രധാനപ്പെട്ട കോട്ടകൾ. കൊല്ലത്ത് പരിപൂർണമായിട്ട് കാലിടറിയ ഇടതുപക്ഷത്തിന് തലസ്ഥാനത്ത് കാലിടറിയപ്പോൾ അത് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്ര നേട്ടത്തിലേക്ക് NDA കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. യെസ്, തിരുവനന്തപുരം ഇപ്പോഴും എന്ത് എന്നതിൽ വ്യക്തതയില്ല. 48 എന്ന നിലയിൽ NDAയുടെ സീറ്റ് നില എത്തി നിൽക്കുന്നു. 51ലേക്ക് NDA എത്തുമോ എന്നതിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുന്ന സാഹചര്യമാണ്. അവിടെ അപർണ സൂചിപ്പിക്കുന്നത് പോലെ ഇക്കുറി വിമതരെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല കേരളം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ വിമത ശല്യം നേരിട്ടുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസിന് ആ വിമതരെ കൂടി മറികടന്നുകൊണ്ട് മുന്നേറാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ നിരവധി വിമതർ ഉണ്ടായിരുന്നു മത്സര രംഗത്ത്. അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ട സാഹചര്യം